ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ടു റീച്ച് ദി അൺറീച്ച്ഡ് ഈഡൻ ടി വി ഒരുക്കുന്ന സെവൻത് ഡേ അഡ്വെന്റിസ്റ്റ് സഭയുടെ ശാം സ്കൂൾ പാഠത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നാം ഈ ഒരു ക്വാർട്ടർ മുഴുവൻ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ഈ 3 മാസക്കാലം മർക്കൂസിൻ്റെ സുവിശേഷമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നാം അതിൻ്റെ 6ാമത്തെ പാഠത്തിലെത്തിയിരിക്കുകയാണ്. ഇന്നത്തെ പാഠത്തിൻ്റെ ഹെഡിങ് അകത്തുള്ളത് പുറത്ത്. അകത്തുള്ളത് പുറത്ത്. മനപ്പാഠവാക്യം മർക്കൂസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 15-ാമത്തെ വാക്യമാണ് മനപ്പാഠവാക്യം. മർക്കൂസിൻ്റെ സുവിശേഷം 7:15. അതിപ്രകാരം പറയുന്നു: പുറത്തുനിന്ന് മനുഷ്യൻ്റെ അകത്തു ചെല്ലുന്ന യാതൊന്നിനും അവനെ അശുദ്ധമാക്കുവാൻ കഴിയുകയില്ല. അവനിൽ നിന്ന് പുറപ്പെടുന്നതത്രേ മനുഷ്യനെ അശുദ്ധമാക്കുന്നത്. മർക്കൂസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 15-ാമത്തെ വാക്യമാണ് ഇന്ന് നാം പഠിക്കുന്ന മനപ്പാഠവാക്യം. അതിപ്രകാരം പറയുന്നു: പുറത്തുനിന്ന് മനുഷ്യൻ്റെ അകത്തു ചെല്ലുന്ന യാതൊന്നിനും അവനെ അശുദ്ധമാക്കുവാൻ കഴിയുകയില്ല. അവനിൽ നിന്ന് പുറപ്പെടുന്നതത്രേ മനുഷ്യനെ അശുദ്ധമാക്കുന്നത്. കർത്താവ് യേശുക്രിസ്തു പരീശന്മാരോടും ശാസ്ത്രിമാരോടും ശിഷ്യന്മാരോടും പറയുന്ന ഒരു പശ്ചാത്തലമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്, അല്ലേ? വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ പറയുകയാണ്. പുറത്തുനിന്ന് മനുഷ്യൻ്റെ അകത്തു ചെല്ലുന്നതായ ഒന്നിനും ഒരു വ്യക്തിയെ അശുദ്ധനാക്കുവാൻ കഴിയുകയില്ല. മറിച്ച് അവനിൽ നിന്ന് പുറപ്പെടുന്നതായ, ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നതായ കാര്യങ്ങളാണ് മനുഷ്യനെ അശുദ്ധമാക്കുന്നത്. പാഠത്തിൻ്റെ ഹെഡിങ് എന്താണ്? അകത്തുള്ളത് പുറത്ത്. ഹൃദയത്തിൽ നിന്ന് ഉള്ള കാര്യങ്ങളൊക്കെയും പുറത്ത് വെളിപ്പെടും എന്ന് ഈ പാഠം നമ്മെ സൂചിപ്പിക്കുന്നു. ഇന്നത്തെ പാഠത്തിൽ മുഴുവനായി പാരമ്പര്യങ്ങൾക്കെതിരെയും പലതരം ഉപദേശങ്ങൾക്കെതിരെയും ഒക്കെയാണ് ഇന്നത്തെ പാഠം ചർച്ച ചെയ്യുന്നത്. പ്രത്യേകിച്ചും അന്നത്തെ കാലത്തെ ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയൊക്കെ പാരമ്പര്യങ്ങൾക്കെതിരെ കർത്താവ് ശബ്ദമുയർത്തി. ദൈവകൽപ്പനയേക്കാൾ അമിതമായി മാനുഷിക ഉപദേശങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് അവർ ജീവിച്ചപ്പോൾ ആ പാരമ്പര്യങ്ങൾക്കെതിരെ കർത്താവ് ശബ്ദമുയർത്തി. കൂടാതെ ഇന്നത്തെ പാഠത്തിൽ ഏറ്റവും മഹത്വമേറിയതായ ഒരു അത്ഭുതത്തെക്കുറിച്ച് ഇന്നത്തെ പാഠത്തിൽ പഠിക്കും. കനാനിയ സ്ത്രീ, സുറഫെനിക്ക ജാതിയിലുള്ള ഒരു യവന സ്ത്രീ കർത്താവിൽ നിന്ന് അത്ഭുതം പിടിച്ചു വാങ്ങിയതായ ഒരു അനുഭവത്തെ ഇന്നത്തെ പാഠത്തിൽ പഠിക്കും. കൂടാതെ വിക്കനും ചെകിടനുമായ ഒരു വ്യക്തിക്ക് ലഭിച്ചതായ അത്ഭുതമേറിയ സൗഖ്യം, അതിനെ ലോകത്ത് ഒരിക്കലും ഉൾക്കൊള്ളുവാൻ കഴിയാത്തതായ അത്ഭുതമേറിയ ഒരു സൗഖ്യത്തെക്കുറിച്ച് ഇന്നത്തെ പാഠത്തിൽ പഠിക്കും. കൂടാതെ നല്ലൊരു ഉപദേശം ശിഷ്യന്മാർക്ക് കർത്താവ് നൽകുകയാണ്. പരീശന്മാരുടെയും സദൂക്യരുടെയും പുളിച്ച മാവിനെ സൂക്ഷിച്ചുകൊള്ളുവിൻ. സദൂക്യന്മാരുടെയും പരീശന്മാരുടെയും പുളിച്ച മാവിനെ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഇങ്ങനെ ഉപദേശങ്ങളുടെയും ശാസനകളുടെയും അത്ഭുതങ്ങളുടെയും പാഠമാണ് ഇന്നത്തെ പാഠം. ഈ മനോഹരമായ പാഠത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. തിങ്കളാഴ്ചത്തെ ഭാഗത്തേക്ക് പഠിക്കാം. തിങ്കളാഴ്ച നാം പഠിക്കുന്ന ഹെഡിങ് മനുഷ്യൻ്റെ പാരമ്പര്യങ്ങൾക്കെതിരെ ദൈവത്തിൻ്റെ കൽപ്പനകൾ. മനുഷ്യൻ്റെ പാരമ്പര്യങ്ങൾക്കെതിരെ ദൈവത്തിൻ്റെ കൽപ്പനകൾ. അപ്പോൾ ആദ്യമായിട്ട് നാം പാരമ്പര്യങ്ങൾക്കെതിരെ കർത്താവ് ശബ്ദം ഉയർത്തുന്നതാണ് ഞായറാഴ്ചത്തെ പാഠത്തിൽ പഠിക്കുന്നത്. ഇവിടെ നമ്മോട് ചോദിക്കുന്നൊരു ചോദ്യം: എന്ത് സത്യങ്ങളാണ്, അനുയോജ്യമായ എന്ത് സത്യങ്ങളാണ് കർത്താവ് അവതരിപ്പിക്കുന്നത്? അനുയോജ്യമായ എന്ത് സത്യങ്ങളാണ് കർത്താവ് അവതരിപ്പിക്കുന്നത്? പ്രതിപാദ്യ വിഷയം മർക്കൂസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വേദവാക്യങ്ങളാണ് പ്രതിപാദ്യ വിഷയം. മർക്കൂസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 1 മുതൽ 13 വരെ. ആ വചനങ്ങൾ വായിക്കുമ്പോൾ യെരുശലേമിൽ നിന്ന് പരീശന്മാരും ശാസ്ത്രിമാരും കർത്താവിൻ്റെ അടുക്കൽ വന്നിട്ട് അവരൊരു പരാതി പറയുകയാണ്. എന്താണ് ഇവിടുത്തെ പരാതി? യേശുവിൻ്റെ ശിഷ്യന്മാർ കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നു. ഇതാണ് അവർ ചൂണ്ടിക്കാണിച്ച പരാതി. അപ്പോൾ ഇവിടെ പറയുകയാണ്, നിൻ്റെ ശിഷ്യന്മാർ കഴുകാത്ത കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുന്നു. ഇത് നാം നോക്കിക്കഴിഞ്ഞാൽ യഹൂദന്മാരുടെ സമ്പ്രദായത്തെ അവർ ലംഘിക്കുകയാണ് ചെയ്യുന്നത്. കാരണം യഹൂദന്മാർ കൈ കഴുകാതെ ഭക്ഷണം കഴിക്കാറില്ല.
ഇവിടെ താഴോട്ട് വായിക്കുമ്പോൾ 4-ാമത്തെ വാക്യമൊക്കെ വായിക്കുമ്പോൾ പാനപാത്രം, ഭരണി, ചെമ്പ് എന്നിവ കഴുകുക മുതലായി പലതും പ്രമാണിക്കുന്നത് യഹൂദന്മാർക്ക് ചട്ടമായിരുന്നു. പക്ഷേ നിന്റെ ശിഷ്യന്മാർ പൂർവികരുടെ സമ്പ്രദായത്തെ ലംഘിക്കുന്നു, അല്ലേ? അപ്പോൾ ഈ പരാതി നിസ്സാരമായ ഒരു പരാതിയാണ്, അല്ലേ? ഈ നിസ്സാരമായ പരാതി വലിയൊരു പരാതിയായിട്ടാണ് യഹൂദന്മാർ, ശാസ്ത്രിമാർ, പരീശന്മാർ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചത്. അപ്പോൾ കർത്താവ് അവരെ നോക്കിയിട്ട് പറയുകയാണ്, കപടഭക്തിക്കാരെ, അല്ലേ? കർത്താവ് അവരെ സംബോധന ചെയ്യുന്നത് കപടഭക്തിക്കാരെ, നിങ്ങളെക്കുറിച്ച് യെശയ്യാവ് പറഞ്ഞത് എത്രയോ ശരിയാണ്. കപടഭക്തിക്കാരെ, നിങ്ങളെക്കുറിച്ച് യെശയ്യാവ് പ്രവചിച്ചത് എത്രയോ ശരിയാണ്. ഈ ജനം എന്താണ് നമ്മൾ പഠിക്കുന്നത്? ഈ ജനം അതരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയം എങ്കിൽ നിന്ന് ദൂരത്ത് അകന്നിരിക്കുന്നു. കൂടാതെ മാനുഷ്യ കൽപ്പനകളായ ഉപദേശങ്ങളെ അവർ ഉപദേശിക്കുന്നത് കൊണ്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു. അപ്പോൾ 2 കുറ്റങ്ങളാണ് ഇവിടെ കർത്താവ് ചൂണ്ടിക്കാണിക്കുന്നത്. പ്രവാചകൻ എന്താ പറയുന്നത്? പ്രവാചകനെ യെശയ്യാവ് പറയുന്നത്, ഈ ജനം എന്നെ വെറും അതരം കൊണ്ട്, ലിപ്സ് കൊണ്ട് മാത്രം എന്നെ ബഹുമാനിക്കുന്നു, എങ്കിൽ അവരുടെ ഹൃദയം എന്താണ്? എങ്കിൽ നിന്ന് ഏറ്റവും ദൂരത്ത് ആയിരിക്കുന്നു. കൂടാതെ 2-ാമത്തെ പരാതി, ദൈവകൽപ്പനയ്ക്ക് പകരം ഇവർ മാനുഷ്യ ഉപദേശങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു, അല്ലേ? അപ്പോൾ ഈ 2 പരാതിയാണ് കർത്താവ് അവരുടെ മേൽ ചൂണ്ടിക്കാണിച്ചത്. അപ്പോൾ അവർ നിസ്സാരമായ ഒരു പരാതി പറഞ്ഞു, അല്ലേ? അവർ കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നു. അതുകൊണ്ട് അവരെ സംബോധന ചെയ്യുന്നത് എന്താണ്? കപടഭക്തിക്കാരെ. പ്രവാചകനായ യെശയ്യാവ് പറഞ്ഞത് എത്രയോ ശരിയാണ് എന്ന് അവരോട് സംസാരിക്കുന്നു. പലപ്പോഴും അന്നത്തെ കാലത്ത് യഹൂദന്മാർ ശുദ്ധീകരണത്തിന് വലിയ പ്രാധാന്യം നൽകിയിരുന്നു. പലതരം നിയമങ്ങൾ തന്നെ ഉണ്ടായിരുന്നു. എലൻ ജി വൈറ്റ് തൻ്റെ ലേഖനത്തിൽ പറയുന്നത്, ആ ശുദ്ധീകരണ നിയമങ്ങൾ അതിനെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ഒരു ജീവിതകാലം പോലും തികയില്ല എന്ന് പറയുകയാണ്. പുരോഹിതന്മാർ അനുശാസിക്കേണ്ട നിയമങ്ങളുണ്ട്, വ്യക്തികൾ അനുശാസിക്കേണ്ട നിയമങ്ങളുണ്ട്, അങ്ങനെ അനേക നിയമങ്ങൾ ഇവർക്കുണ്ടായിരുന്നു, അല്ലേ? അതുകൊണ്ട് ശിഷ്യന്മാരെ നോക്കിയിട്ട് പറയുകയാണ്, ഇവർ പൂർവികന്മാരുടെ സമ്പ്രദായത്തെ ലംഘിക്കുന്നു, കൈ കഴുകാതെ ഇവരെന്ത് ചെയ്യുന്നു? ഭക്ഷണം കഴിക്കുന്നു, അല്ലേ? അപ്പോൾ ഈ പരാതിക്കെതിരെയാണ് കർത്താവ് യെശയ്യാവിൻ്റെ പ്രവചനത്തെ സൂചിപ്പിച്ചുകൊണ്ട് അവരോട് പറയുന്നത്, ഈ ജനം അതരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നുവെങ്കിൽ അവരുടെ ഹൃദയം എങ്കിൽ നിന്ന് ദൂരത്ത് അകന്നിരിക്കുന്നു. കൂടാതെ ഇവർ മാനുഷ്യ ഉപദേശങ്ങൾക്ക് പ്രാധാന്യം നൽകിയിട്ട് ദൈവത്തിൻ്റെ കൽപ്പനയെ കുറച്ച് കാണുന്നു എന്നിവിടെ പറയുന്നു. ഈ ഞായറാഴ്ചത്തെ പാഠത്തിൽ വീണ്ടും 5-ാമത്തെ കൽപ്പനയെക്കുറിച്ച് പറയുന്നു. താഴോട്ട് നാം വായിക്കുമ്പോൾ മോശ പറയുന്നൊരു വചനമുണ്ട്. മോശ എന്താണ് അവരെ പഠിപ്പിച്ചത്? നിൻ്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നും. മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 10-ാം വാക്യം, നിൻ്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നും അപ്പനെയും അമ്മയോ പ്രാകുന്നവൻ മരിക്കണമെന്ന് മോശ പറഞ്ഞുവല്ലോ. നിങ്ങളോ ഒരു മനുഷ്യൻ അപ്പനോടോ അമ്മയോടോ നിനക്ക് എന്നാൽ ഉപകാരമായി വരേണ്ടത് വഴിപാടെന്നർത്ഥമുള്ള കോർബാൻ എന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുന്നു. അപ്പോൾ അവിടെയും ദൈവത്തിൻ്റെ കൽപ്പനയെ അവർ കുറച്ച് കാണുകയാണ്, അല്ലേ? ദൈവത്തിൻ്റെ കൽപ്പന എന്താണ്? 5-ാമത്തെ കൽപ്പന, നിൻ്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക. പക്ഷെ ഇവിടെ പറയുന്നത് അപ്പനെയും അമ്മയും ബഹുമാനിക്കുന്നതിനേക്കാൾ ഉപരിയായി, അല്ലേ? അവിടെ വസ്തുക്കളാണെങ്കിലും സ്വത്തുക്കളാണെങ്കിലും ദാനമായി ദേവാലയത്തിന് നൽകുക, ഒരു വഴിപാടായി ദേവാലയത്തിന് നൽകുക. അപ്പനെയും അമ്മയും സംരക്ഷിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അല്ലേ? അപ്പനെയും അമ്മയും ബഹുമാനിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, സംരക്ഷിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അവർക്കുള്ള സ്വത്തുക്കൾ ഒരു വഴിപാടായി എവിടെ അർപ്പിക്കുക? ദേവാലയത്തിൽ അർപ്പിക്കുക. അതിനാണ് അവർ പ്രാധാന്യം കൽപ്പിച്ചത്. അപ്പനെയും അമ്മയും ബഹുമാനിക്കുന്നതും സംരക്ഷിക്കുന്നതും വലിയ പ്രാധാന്യം കൊടുക്കാതെ അവർക്കുള്ള സ്വത്തുക്കൾ, വസ്തുക്കൾ വിറ്റ് വഴിപാടായി ദേവാലയത്തിൽ നൽകുക, അതും കർത്താവ് അവരിൽ കണ്ട ഒരു കുറ്റമാണ്. ഇവിടെ പറയുകയാണ്, നമ്മുടെ പാഠത്തിൽ തന്നെ പറയുന്നു, അപ്പ എന്നോട് ക്ഷമിക്കൂ, എനിക്ക് നിങ്ങളെ സഹായിക്കണമെന്നുണ്ട്, പക്ഷേ ഞാൻ എൻ്റെ പണം പള്ളിയിൽ കൊടുക്കുവാൻ തീരുമാനിച്ചു. അത് തെറ്റായ ഉപദേശമാണ്. അപ്പനെ സംരക്ഷിക്കാതെ, അപ്പനെ ബഹുമാനിക്കാതെ, അപ്പൻ്റെ സ്വത്തുക്കളുടെ വക പള്ളിയിലൊരു വഴിപാടായി കൊടുക്കുന്നത് ഒരു ശരിയായ പ്രവണതയല്ല. അതും കർത്താവ് അവരിൽ കുറ്റം കണ്ടെത്തി. അപ്പോൾ 5-ാമത്തെ കൽപ്പനയെ അവർ ലംഘിക്കുകയാണ്. അപ്പോൾ മാനുഷിക ഉപദേശങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അന്നത്തെ മാനുഷിക ഉപദേശം എന്താണ്? അപ്പനെയും അമ്മയും സംരക്ഷിച്ചില്ലെങ്കിലും അവരുടെ സ്വത്തുക്കളുടെ അംശം ദാനമായി എവിടെ ഏൽപ്പിക്കുക? പള്ളിയിൽ ഏൽപ്പിക്കുക. അതിനാണ് അവർ പ്രാധാന്യം കൽപ്പിച്ചത്. അപ്പോൾ ഈ 2 കുറ്റങ്ങളെയും
കർത്താവ് മനസ്സിലാക്കി അവരുടെ പാരമ്പര്യങ്ങൾക്കെതിരെ ശബ്ദമുയർത്തി. എവിടെ പാരമ്പര്യമായിരുന്നു മാനുഷിക ഉപദേശങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കുക? എവിടെ പാരമ്പര്യമായിരുന്നു കൈ കഴുകിയിട്ട് മാത്രമേ ഭക്ഷണം കഴിക്കാവൂ? അപ്പോൾ ചെറിയ ചെറിയ നിസാര കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യം കൽപ്പിച്ചിട്ട് ദൈവം നൽകിയതായ കൽപ്പനകളെ മറന്നു കളയുന്നു. അതുകൊണ്ടാണ് യെശയ്യാവ് പറയുന്നത്, ഈ ജനം അധരം കൊണ്ട് മാത്രം എന്നെ ബഹുമാനിക്കുന്നു, വെറും ലിപ്സ് കൊണ്ട് മാത്രം എന്നെ ബഹുമാനിക്കുന്നു, പക്ഷേ അവിടെ ഹൃദയം എങ്കിൽ നിന്ന് എത്രയോ ദൂരത്ത് അകന്നിരിക്കുന്നു. കൂടാതെ മാനുഷിക ഉപദേശങ്ങൾക്ക് പ്രാധാന്യം നൽകിയിട്ട് ദൈവകൽപ്പനയെ അവർ താഴ്ത്തിക്കെട്ടുന്നു എന്നിവിടെ പറയും. ഇതിപ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ഇത് തന്നെയാണ് അല്ലേ. പരീശന്മാരെയും ശാസ്ത്രിമാരെയും നമുക്ക് പലപ്പോഴും കുറ്റം പറയുവാൻ വളരെ എളുപ്പമാണ്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു വചനം ഇത് തന്നെയാണ്. പ്രവാചകൻ യെശയ്യാവ് പറഞ്ഞത് എത്രയോ ശരിയാണ്. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും നാം അധരം കൊണ്ട് മാത്രം ദൈവത്തെ ബഹുമാനിക്കുന്നു, എങ്കിലും നമ്മുടെ ഹൃദയം ദൈവത്തിൽ നിന്ന് എത്രയോ ദൂരെ അകന്നിരിക്കുന്നു. പലപ്പോഴും നമുക്കും ഈ ചെറിയ ചെറിയ ഉപദേശങ്ങൾക്ക് വലിയ പ്രാധാന്യം കൽപ്പിച്ചിട്ട് ദൈവത്തിൻ്റെ കൽപ്പനയെ കുറച്ച് കാണിക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലും ഉണ്ട് എന്ന് നാം മറന്നു പോകരുതെന്ന് ഞായറാഴ്ചത്തെ പാഠം നമ്മെ പഠിപ്പിക്കുന്നു. തിങ്കളാഴ്ചത്തെ ഭാഗത്തേക്ക് വരാം. തിങ്കളാഴ്ച പഠിക്കുന്ന ഹെഡിങ് ശുദ്ധിയുള്ള കൈകളോ അഥവാ ശുദ്ധിയുള്ള ഹൃദയമോ. തിങ്കളാഴ്ച പഠിക്കുന്ന ഹെഡിങ് ശുദ്ധിയുള്ള കൈകളോ അഥവാ ശുദ്ധിയുള്ള ഹൃദയമോ. ഇവിടെ ഒരു ചോദ്യചിഹ്നമാണ് അല്ലേ. ഏതാ നമുക്ക് ആവശ്യം? ശുദ്ധിയുള്ള കൈകൾക്കാണോ നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത്, അതോ ശുദ്ധിയുള്ള ഹൃദയമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അതൊരു ചോദ്യചിഹ്നമാണ്, നാം സ്വയം തീരുമാനിക്കേണ്ട കാര്യമാണ്. ഞായറാഴ്ച പഠിച്ച പാഠത്തിൻ്റെ തുടർച്ചയാണ് തിങ്കളാഴ്ചത്തെ ഭാഗം. ഞായറാഴ്ച പഠിച്ചത് പരീശന്മാരും ശാസ്ത്രിമാരും യേശുവിൻ്റെ ശിഷ്യന്മാരുടെ കുറ്റമാണ് കണ്ടെത്തിയത്. എന്താണ് അവിടെ കണ്ടെത്തിയ കുറ്റം? ഇവർ കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നു അല്ലേ. അപ്പോൾ അവരുടെ പാരമ്പര്യം എന്താണ്? കൈ കഴുകിയിട്ട് മാത്രമേ ഭക്ഷണം കഴിക്കുകയുള്ളൂ. അതുപോലെ സമ്പ്രദായമായിരുന്നു. ആ സമ്പ്രദായത്തിനെതിരെ അല്ലെങ്കിൽ ആ പാരമ്പര്യത്തിനെതിരെയാണ് കർത്താവ് ശബ്ദമുയർത്തിയത് അല്ലേ. അതുകൊണ്ട് നമ്മോട് ചോദിക്കുകയാണ് തിങ്കളാഴ്ചത്തെ പാഠത്തിൽ, ശുദ്ധിയുള്ള കൈകളാണോ നിങ്ങൾക്ക് ആവശ്യം, അതോ ശുദ്ധിയുള്ള ഹൃദയമാണോ നിങ്ങൾക്ക് ആവശ്യം? അപ്പോൾ ഇവിടെ കർത്താവ് ഉദ്ദേശിച്ചത് എന്താണ്? കർത്താവ് ഉദ്ദേശിച്ചത്? മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 14 മുതൽ 19 വരെ. മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 14 മുതൽ 19 വരെ. ഈ ഉപമയിലൂടെ കർത്താവ് എന്താണ് ഉദ്ദേശിച്ചത്? ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കർത്താവ് ഈ പറഞ്ഞ ഉപമ പുരുഷാരത്തിന് മനസ്സിലായില്ല, യഥാർത്ഥത്തിൽ ശിഷ്യന്മാർക്കും മനസ്സിലായില്ല. പുരുഷാരം വിട്ടുപോയതിനു ശേഷം ശിഷ്യന്മാർ വീണ്ടും കർത്താവിനോട് ചോദിക്കുന്നു, അങ്ങ് പറഞ്ഞ ഉപമ എന്താണ്? എന്താണ് ആ ഉപമയിൽ ഉദ്ദേശിക്കുന്നത്? അവിടെ കർത്താവ് വീണ്ടും ശിഷ്യന്മാർക്ക് പറയുകയാണ്, എല്ലാവരും കേട്ട് ഗ്രഹിച്ചുകൊള്ളുവീൻ, എല്ലാവരും കേട്ട് ഗ്രഹിച്ചുകൊള്ളുവീൻ. എന്താണ് മനപ്പാഠവാക്യത്തിൽ നമ്മളെന്താ പഠിച്ചത്? മനപ്പാഠവാക്യത്തിൽ പഠിച്ചത് പുറത്തു നിന്ന് മനുഷ്യൻ്റെ അകത്ത് ചെല്ലുന്ന യാതൊന്നിനും, ബാക്കി പറഞ്ഞ്, അവനെ അശുദ്ധനാക്കുവാൻ കഴിയുകയില്ല, മറിച്ച് അവനിൽ നിന്ന് പുറപ്പെടുന്നത് അത്രേ ഒരു മനുഷ്യനെ അശുദ്ധമാക്കുന്നത്. അപ്പം ഈ പറഞ്ഞ വചനം ശിഷ്യന്മാർക്കും മനസ്സിലായില്ല, പുരുഷാരത്തിനും മനസ്സിലായില്ല. അതുകൊണ്ട് കർത്താവിന് ഭയങ്കര പ്രയാസം തോന്നി. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ അല്ലേ. പലപ്പോഴും നാം പലതും കേൾക്കുന്നു, പക്ഷെ നമുക്കൊന്നും മനസ്സിലാകുന്നില്ല അല്ലേ. നാം പലതും കേൾക്കുന്നു, ലോകത്തിൻ്റെതായ ശബ്ദങ്ങൾ കേൾക്കുന്നു, സഭയുടെ ശബ്ദങ്ങൾ കേൾക്കുന്നു, പുരോഹിതന്മാരുടെ ശബ്ദങ്ങൾ കേൾക്കുന്നു, പക്ഷെ നമുക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇത് തന്നെയാണ് സംഭവിച്ചത്. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ അല്ലേ. അപ്പം ഇവിടെ സ്വർഗീയ ജ്ഞാനമുള്ളവർ അത് മനസ്സിലാക്കും എന്നിവിടെ പറയുന്നു. അതുകൊണ്ട് താഴോട്ട് വായിക്കുമ്പോൾ ഇവിടെ മനസ്സിലാകുന്നത്, അവരോട് ചോദിച്ചപ്പോൾ, ഇങ്ങനെ നിങ്ങളും ബോധമില്ലാത്തവരോ, ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, ഇങ്ങനെ നിങ്ങളും ബോധമില്ലാത്തവരോ പുറത്തു നിന്ന് മനുഷ്യൻ്റെ അകത്തു ചെല്ലുന്ന യാതൊന്നിനും അവനെ അശുദ്ധമാക്കുവാൻ കഴിയുകയില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നില്ലയോ? അത് അവൻ്റെ ഹൃദയത്തിലല്ല, എവിടെയാണ് പോകുന്നത്? പുറത്തുനിന്ന് വരുന്നതെല്ലാം വയറ്റിലത്രേ ചെല്ലുന്നത്, പിന്നെ അവൻ മറപ്പുരയിലേക്ക് പോകുന്നു. ഇങ്ങനെ സകല ഭോജ്യങ്ങൾക്കും ശുദ്ധി വരുത്തുന്നു. എന്നാൽ മനുഷ്യനിൽ നിന്ന് പുറപ്പെടുന്നതത്രേ മനുഷ്യനെ അശുദ്ധമാക്കുന്നത്. മനുഷ്യനിൽ നിന്ന് പുറപ്പെടുന്നതത്രേ മനുഷ്യനെ അശുദ്ധമാക്കുന്നത്, അകത്തു നിന്ന് അശുദ്ധമാക്കുന്നത്. ഏതൊക്കെയാണ് അത് പറയുന്നത്?
മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന കാര്യങ്ങളൊക്കെ വ്യക്തമായി പറയുകയാണ്. മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ ദുശ്ചിന്ത, വ്യഭിചാരം, പരസംഗം, കൊലപാതകം, മോഷണം, അത്യാഗ്രഹം, ദുഷ്ടത, ചതി, ദുഷ്കർമ്മം, വെടക്ക് കണ്ണ്, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നു. ഈ ദോഷങ്ങളെല്ലാം അകത്തു നിന്ന് പുറപ്പെട്ട് മനുഷ്യനെ എന്താക്കി മാറ്റുന്നു? അശുദ്ധനാക്കി മാറ്റുന്നു. അല്ലേ? വ്യക്തമായി സിമ്പിളായിട്ട് കാര്യങ്ങൾ പറയുകയാണ്. എന്താണ് കർത്താവ് പറയുന്നത്? പുറത്തു നിന്ന് വരുന്ന ഒന്നും മനുഷ്യനെ അശുദ്ധമാക്കുന്നില്ല. കാരണം അത് വയറ്റിലാണ് പോണത്. വയറ്റിലൂടെ പോയി വൻകുടലിൽ വന്ന് ചെറുകുടലിൽ വന്നിട്ട് അവൻ മറപ്പുരയിലേക്ക് പോകുന്നു. മറിച്ച് മനുഷ്യൻ്റെ അകത്തു നിന്ന് വരുന്നതാണ്, അല്ലെങ്കിൽ ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ് ഒരു മനുഷ്യനെ അശുദ്ധനാക്കി ഭവിക്കുന്നത്. മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന കാര്യങ്ങളൊക്കെ എന്തോ പറയുന്ന ഒരു വലിയ ലിസ്റ്റാണ്. ദുശ്ചിന്ത, വ്യഭിചാരം, പരസംഗം, കൊലപാതകം, മോഷണം, അത്യാഗ്രഹം, ദൂഷണം, അഹങ്കാരം, മൂഢത, ഇതൊക്കെ നമുക്കറിയാം. ഇതെല്ലാം തിന്മകളുടെ പ്രവൃത്തിയാണ്. അപ്പോൾ തിന്മകളുടെ ഒരു വലിയ നീണ്ട ലിസ്റ്റ് പറഞ്ഞിരിക്കുകയാണ്. ഇത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലുള്ള കാര്യങ്ങളാണ്, അല്ലേ? ഇതിൽ പലതും നമ്മുടെ ജീവിതങ്ങളിൽ ഉള്ള കാര്യങ്ങളാണ്. ഇതെല്ലാം എവിടെ നിന്നാണ് വരുന്നത്? ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. അതാണ് ഒരു മനുഷ്യനെ ആരാക്കി മാറ്റുന്നത്? അശുദ്ധനാക്കി മാറ്റുന്നത്. അതുകൊണ്ടാണ് പാഠത്തിന് ഹെഡിങ് ചോദിക്കുന്നത്, ശുദ്ധിയുള്ള കൈകളാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അല്ലേ? ശുദ്ധിയുള്ള കൈകളാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അഥവാ ശുദ്ധിയുള്ള ഹൃദയവുമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അല്ലേ? ഇപ്പോൾ ഒരു മനുഷ്യനെ മലിനമാക്കുന്നത് എന്താണെന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. ഒരു മനുഷ്യനെ മലിനമാക്കുന്നത് എന്താണെന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. കാരണം ഒരു മനുഷ്യൻ ആരാകുന്നു എന്ന് തിരിച്ചറിയുന്നത് എന്താണ്? ഒരു മനുഷ്യൻ ആരാകുന്നു എന്ന് തിരിച്ചറിയുന്നത്, നമ്മുടെ ഐഡൻറ്റിറ്റി എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ് നമ്മുടെ ഐഡൻറ്റിറ്റി. ഹൃദയത്തിൽ വരുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ പ്രവൃത്തിയിലൂടെ കാണിക്കും, അല്ലേ? ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രവൃത്തിയിലൂടെ കാണിക്കും. അങ്ങനെ നാം ആരാണെന്ന് സമൂഹത്തിന് മനസ്സിലാകും. അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങളെയാണ് ഈ തിങ്കളാഴ്ചത്തെ പാഠത്തിൽ നാം ലംഘിക്കുന്നതായി പറയുന്നത്. ഒന്ന്, 5-ാമത്തെ കൽപ്പന ലംഘിക്കുന്നു. 5-ാമത്തെ കൽപ്പന അപ്പനെയും അമ്മയും ബഹുമാനിക്കുക, അല്ലേ? അത് ലംഘിക്കുമ്പോൾ 5 മുതൽ 10 വരെയുള്ള കൽപ്പന ലംഘിക്കുന്നു. രണ്ടാമതായി പറയുന്നത്, അവർ എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു, അല്ലേ? യെശയ്യാവ് പറഞ്ഞ എന്താണ്? എന്നെ അതിരം കൊണ്ട് ബഹുമാനിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയം എങ്കിൽ നിന്ന് ദൂരത്ത് അകന്നിരിക്കുന്നു. അങ്ങനെ അവരെന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു. പലപ്പോഴും നമ്മുടെ ആരാധന എന്ന് പറയുന്നത് വെറും ജൽപ്പനങ്ങളാണ്. വ്യർത്ഥമായി ഭജിക്കുകയാണ്, ഒരു ഉപയോഗവും ഇല്ലാത്ത രീതി. ഇതും ദൈവം ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ നാം വ്യർത്ഥമായി ആരാധിക്കുമ്പോൾ, ആരാധന വ്യർത്ഥമാകുമ്പോൾ 1 മുതൽ 4 വരെയുള്ള കൽപ്പന നാം ലംഘിക്കുന്നു. 1 മുതൽ 4 വരെയുള്ള കൽപ്പനയിൽ. അപ്പോൾ അപ്പനെയും അമ്മയും ബഹുമാനിക്കാതിരുന്നാൽ 5 മുതൽ 10 വരെയുള്ള കൽപ്പന നാം ലംഘിക്കുന്നു. ആരാധന വ്യർത്ഥമാകുമ്പോൾ 1 മുതൽ 4 വരെയുള്ള കൽപ്പന. അപ്പോൾ ദൈവം, അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു കൽപ്പനയെ ഉയർത്തി കാണിക്കുകയാണ്, അല്ലേ? കൽപ്പനയെ ഉയർത്തി കാണിക്കുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ഈ ജനം അതിരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നുവെങ്കിലും അവരുടെ ഹൃദയം എങ്കിൽ നിന്ന് ദൂരത്തകത്ത് നിന്നിരിക്കുന്നു. മാനുഷിക കൽപ്പനകൾ, ഉപദേശങ്ങളെ അവർ ഉപദേശിക്കുന്നത് കൊണ്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു. അപ്പോൾ ഇതല്ല ആവശ്യമെന്ന് പരീശന്മാരോടും ശാസ്ത്രിമാരോടും വന്നുകൂടിയ പുരുഷാരത്തോടും കർത്താവ് പറയുകയാണ്. നിങ്ങൾക്ക് ആവശ്യം എന്താണ്? ശുദ്ധിയുള്ള കൈകളല്ല, അത് പാരമ്പര്യമാണ്. മറിച്ച് നിങ്ങൾക്കാവശ്യം ശുദ്ധിയുള്ള ഹൃദയമാണെന്നാണ് തിങ്കളാഴ്ചത്തെ പാഠത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത്. ചൊവ്വാഴ്ചത്തെ ഭാഗത്തേക്ക് വരാം. ചൊവ്വാഴ്ച പഠിക്കുന്ന ഹെഡിങ്, അപ്പക്കഷ്ണങ്ങൾ ചെറു നായ്ക്കൾക്ക് വേണ്ടി. ചൊവ്വാഴ്ച പഠിക്കുന്ന ഹെഡിങ്, അപ്പക്കഷ്ണങ്ങൾ ചെറു നായ്ക്കൾക്ക് വേണ്ടി. മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 24 മുതൽ 30 വരെയുള്ള വേദവാക്യങ്ങളാണ് പ്രതിപാദ്യ വിഷയം. മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 24 മുതൽ 30 വരെ. ഇവിടെ ഒരു മഹത്വമേറിയ ഒരു അത്ഭുതത്തെക്കുറിച്ച് പറയുകയാണ്. ഏറ്റവും മഹത്വമായ ഒരു അത്ഭുതം. മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 24 മുതൽ 30 വരെയുള്ള വേദവാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ സുരൈഫെനിക്ക ജാതിയിലുള്ള ഒരു യവന സ്ത്രീ കർത്താവിൻ്റെ അടുക്കൽ വന്നിട്ട് ഒരു അപേക്ഷ പറയുകയാണ്. ഇവിടെ പറയുന്ന 7-ാം അധ്യായം 25-ാം വാക്യം വായിക്കുമ്പോൾ, അശുദ്ധാത്മാവ് ബാധിച്ച ചെറിയ മകൾ അവൾക്കുണ്ടായിരുന്നു. അവൾ കർത്താവിൻ്റെ കാൽക്കൽ വീണു
അവൾ സുറേഫെനിക്ക ജാതിയിലുള്ള ഒരു യവന സ്ത്രീയായിരുന്നു. അപ്പോൾ തൻ്റെ മകളിൽ നിന്ന് ഭൂതത്തെ പുറത്താക്കുവാൻ അവൾ കർത്താവിനോട് അപേക്ഷിച്ചു, അല്ലേ? അപ്പോൾ കർത്താവ് പറയുകയാണ്, യേശു അവളോട് പറയുകയാണ്, മുമ്പേ മക്കൾക്ക് തൃപ്തി വരട്ടെ, മക്കളുടെ അപ്പം എടുത്ത് ചെറുനായ്ക്കൾക്ക് ഇട്ട് കൊടുക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞു. അവൾ അവനോട്, അതേ കർത്താവെ, ചെറുനായ്ക്കളും മേശയ്ക്ക് കീഴെ കുട്ടികളുടെ അപ്പനുറുക്കുകളെ തിന്നുന്നുവല്ലോ എന്നുത്തരം പറഞ്ഞു. അവൻ അവളോട്, ഈ വാക്ക് നിമിത്തം പൊയ്ക്കൊള്ളുക, ഭൂതം നിന്റെ മകളെ വിട്ടുപോയിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൾ വീട്ടിൽ വന്നാറെ മകൾ കിടക്കമേൽ കിടക്കുന്നതും ഭൂതം വിട്ടുപോയതും കണ്ടു. മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 24 മുതൽ 30 വരെയുള്ള വേദവാക്യങ്ങളാണ് നാം വായിച്ച പ്രതിപാദ്യ വിഷയം. ഇതേ കാര്യം തന്നെ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം എടുക്കുമ്പോൾ 21 മുതൽ വായിക്കുമ്പോൾ, മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 15-ാം അധ്യായം 21 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരു കനാന്യ സ്ത്രീ എന്നാണ് അവിടെ പറയുന്നത്. മത്തായി പറയുന്നത് അവൾ ആരായിരുന്നു? കനാന്യ സ്ത്രീ ആയിരുന്നു. ആ കനാന്യ സ്ത്രീ പറയുന്നത്, കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ, എൻ്റെ മകൾക്ക് ഭൂതോദ്രവം കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ച് പറഞ്ഞു, അല്ലേ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അനുഭവ കഥയാണ് ഈ കനാനീയ സ്ത്രീയുടെ അനുഭവം, അല്ലെങ്കിൽ സുറേഫെനിക്ക ജാതിയിലുള്ള യവന സ്ത്രീയുടെ അനുഭവം എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും വളരെ ഇഷ്ടപ്പെട്ടതായ ഒരു അനുഭവ കഥയാണ്. കാരണം ഇവിടെ നാം കാണുന്നത്, ഈ കനാനീയ സ്ത്രീ അനുഗ്രഹത്തെ ചോദിച്ചു വാങ്ങി. അനുഗ്രഹത്തെ അവളിവിടെ ചോദിച്ചു വാങ്ങി. കാരണം അവൾ യഹൂദ സ്ത്രീ ആയിരുന്നില്ല, അവളൊരു കനാനീയ സ്ത്രീ ആയിരുന്നു. വിഗ്രഹത്തെ ആരാധിച്ച് വന്നവളായിരുന്നു, പാരമ്പര്യത്തിന് പ്രാധാന്യം കൊടുത്തവളായിരുന്നു. പക്ഷേ യേശുവിൽ നിന്ന് അത്ഭുതങ്ങൾ നടക്കുന്നുവെന്ന് ആ സുറേഫെനിക്ക പട്ടണത്തിൽ അവർ ജീവിച്ചപ്പോൾ യഹൂദന്മാരുടെ ഇടയിൽ കണ്ട അത്ഭുതങ്ങളെക്കുറിച്ച് ഈ കനാനീയ സ്ത്രീക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് കർത്താവിൻ്റെ അടുക്കിലേക്ക് പോയാൽ എൻ്റെ മകളുടെ ഭൂതോദ്രവത്തിന് മാറ്റമുണ്ടാകുമെന്ന് അവൾ പൂർണ്ണമായും വിശ്വസിച്ചു. അതുകൊണ്ട് കർത്താവിൻ്റെ അടുക്കൽ വന്നു. അപ്പോൾ കർത്താവ് പറയുകയാണ്, മുമ്പേ അനുഗ്രഹം ആർക്കാണ് നൽകേണ്ടത്? സ്വന്തം ജാതിയിലുള്ളവർക്കാണ് നൽകേണ്ടത് എന്നിവിടെ പറയുകയാണ്, അല്ലേ? മുമ്പേ ആർക്കാണ് നൽകേണ്ടത്? മുമ്പേ മക്കൾക്ക് തൃപ്തി വരട്ടെ. മക്കളുടെ അപ്പം എടുത്ത് ആർക്ക് കൊടുക്കുന്നത് നന്നല്ല, ചെറുനായ്ക്കൾക്ക് ഇട്ട് കൊടുക്കുന്നത് നന്നല്ല, അല്ലേ? മുമ്പേ ആ വാക്കിലാണ് ആ കനാന്യ സ്ത്രീ പ്രാധാന്യം നൽകിയത്. മുമ്പേ മക്കൾക്ക് നൽകുമെങ്കിൽ പിന്നീടെങ്കിലും, വാക്കുകൾ ശ്രദ്ധിക്കുക, പിന്നീടെങ്കിലും ജാതികളായ ഞങ്ങൾക്ക് അനുഗ്രഹം ലഭിക്കും എന്നവൾ പൂർണ്ണമായും വിശ്വസിച്ചു. അതുകൊണ്ട് അവൾ പറയുകയാണ്, ചെറുനായ്ക്കളും മേശയ്ക്ക് കീഴെ കുട്ടികളുടെ അപ്പനുറുക്കുകളെ തിന്നുന്നുവല്ലോ എന്നുത്തരം പറഞ്ഞു. അപ്പോൾ ഈ ചെറുനായ്ക്കൾ, ഇവിടെ പാഠത്തിൽ ലേഖകൻ പറയുന്നത്, ഈ ചെറുനായ്ക്കൾ എന്ന് പറയുമ്പോൾ ഒരിക്കലും തെരുവിലെ പട്ടികളല്ല. അന്നത്തെ കുടുംബങ്ങളിൽ വീട്ടിൽ പട്ടികളെ വളർത്തിയിരുന്നു. വീട്ടിൽ വളർത്തുന്ന പട്ടിയെയാണ് അവിടെ ചെറുനായ്ക്കളെന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ യജമാനൻ നിന്ന് ഭക്ഷിക്കുമ്പോൾ അപ്പത്തിൻ്റെ നുറുക്കുകൾ താഴെ വീഴുമ്പോൾ മേശയുടെ അടിയിൽ ആരുണ്ടാകും? പട്ടിയുണ്ടാകും. അത് പട്ടികൾ കടിക്കുമായിരുന്നു. അപ്പോൾ സ്ത്രീയെ ഒരു നായയോടാണ് സൂചിപ്പിച്ചത്. എത്ര മോശമായിട്ട് പരുഷമായിട്ടാണ് കർത്താവ് സ്ത്രീയോട് സംസാരിക്കുന്നത്. പക്ഷെ അവൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. എന്നെ നായെന്ന് വിളിച്ചാലും ഏത് മോശമായ ഭാഷ ഉപയോഗിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല, കാരണം എനിക്ക് അനുഗ്രഹം കിട്ടിയേ പറ്റൂ. എൻ്റെ മകൾക്ക് ഭൂതോദ്രവമാണ്, എൻ്റെ മകളുടെ ഭൂതോദ്രവം മാറണം, അത് കർത്താവിൻ്റെ അടുക്കൽ നിന്ന് മാത്രമേ ലഭിക്കൂ എന്ന് ആ കനാനീയ സ്ത്രീക്ക് വലിയ പ്രത്യാശയുണ്ടായിരുന്നു. അതുകൊണ്ട് കനാനീയ സ്ത്രീ എത്ര കർത്താവ് മോശമായി സംസാരിച്ചിട്ട് പോലും മേശയ്ക്ക് കീഴിൽ വരുന്നതായ ഒരു നുറുക്കെങ്കിലും നൽകി, അപ്പം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, മേശയുടെ കീഴിൽ വീഴുന്ന അപ്പത്തിൻ്റെ നുറുക്കെങ്കിലും നൽകി എൻ്റെ മകളെ നീ അനുഗ്രഹിക്കണം, അല്ലേ? അതുകൊണ്ട് മത്തായി ഇവിടെ പറയുന്നത്, സ്ത്രീയെ, നിൻ്റെ വിശ്വാസം വലിയത്, നിനക്കിഷ്ടം പോലെ, നിൻ്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നു, അല്ലേ? നിനക്കിഷ്ടം പോലെ, നിൻ്റെ ഇഷ്ടം പോലെ തന്നെ ഭവിക്കട്ടെ. അപ്പോൾ ഇവിടെ ഈ സ്ത്രീ അനുഗ്രഹം കർത്താവിൽ നിന്ന് പിടിച്ചു വാങ്ങിയ സ്ത്രീയാണ്. കർത്താവിൻ്റെ പരുഷമായ വാക്കുകൾ, കർത്താവിൻ്റെ ആ നമുക്ക് കേൾക്കുവാൻ ബുദ്ധിമുട്ടുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ പലപ്പോഴും നാം പിൻവാങ്ങിപ്പോകാറുണ്ട്. പക്ഷേ അവളുടെ വിശ്വാസം വളരെ വലുതായിരുന്നു, അല്ലേ? അവൾ ആ അനുഗ്രഹം ചോദിച്ചു വാങ്ങി.
അല്ലേ? നായോട് അവളെ ഉപമിച്ചിട്ട് പോലും അവൾ ചോദിച്ചു വാങ്ങി. കാരണം കർത്താവ് പറഞ്ഞു, മുമ്പേ ആർക്കാ നൽകുന്നത്? അനുഗ്രഹം ആർക്കാ നൽകുന്നത്? മക്കൾക്ക് തൃപ്തി വരട്ടെ, അപ്പോൾ പിന്നീടെങ്കിലും എനിക്ക് ലഭിക്കുമെന്ന് ഈ കനാന്യ സ്ത്രീക്ക് വിശ്വാസമുണ്ടായിരുന്നു. അതുകൊണ്ട് ആ വിശ്വാസമനുസരിച്ച് ഈ സ്ത്രീ കർത്താവിൽ നിന്ന് അനുഗ്രഹം ചോദിച്ചു വാങ്ങി എന്ന് ഇവളെക്കുറിച്ച് ഇവിടെ പറയുന്നു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, കർത്താവിൻ്റെ സന്നിധിയിൽ മുഖപക്ഷമില്ല. കർത്താവിൻ്റെ സന്നിധിയിൽ എന്തില്ല? മുഖപക്ഷമില്ല, വർണ്ണവ്യത്യാസമില്ല. അതെല്ലാം ദൈവം വെറുക്കുന്നു, അല്ലേ? അപ്പോസ്തല പ്രവൃത്തി 17:26, അപ്പോസ്തല പ്രവൃത്തി 17:26 പറയുന്നത്, ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതി ഒക്കെ ഉളവാക്കി, അല്ലേ? അപ്പോസ്തല പ്രവൃത്തി 17:26 പറയുന്നത്, ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയൊക്കെയും ഉളവാക്കി. അപ്പോൾ ആ കനാന്യ സ്ത്രീയും ആ ഒരുത്തനിൽ നിന്ന് വന്നതായ മനുഷ്യജാതിയാണ്. മനുഷ്യനാണ് വേർതിരിവ് കൊണ്ടുവന്നത്. ഇപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവിന് എന്തില്ല? മുഖപക്ഷമില്ല, വർണ്ണവ്യത്യാസമില്ല. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ എല്ലാവരും ഒരുപോലെയാണ്. അതുകൊണ്ട് ഈ കനാന്യ സ്ത്രീ കർത്താവിൽ നിന്ന് അനുഗ്രഹം പിടിച്ചു വാങ്ങിയ ഒരു അനുഭവത്തെ ചൊവ്വാഴ്ചത്തെ പാഠം നമ്മെ പഠിപ്പിക്കുന്നു. ബുധനാഴ്ചത്തെ ഭാഗത്തേക്ക് വരാം. ബുധനാഴ്ച പഠിക്കുന്ന ഹെഡിങ് നാവ് കെട്ടപ്പെട്ടു. ബുധനാഴ്ച പഠിക്കുന്ന ഹെഡിങ് നാവ് കെട്ടപ്പെട്ടു. ഇവിടെ പ്രാരംഭത്തിൽ ചോദിക്കുന്നത്, ആരെയാണ് യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നത്? യേശു അവന് വേണ്ടി എന്താണ് ചെയ്തത്? ആരെയാണ് യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നത്? യേശു അവന് വേണ്ടി എന്താണ് ചെയ്തത്? മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 31 മുതൽ 37 വരെയുള്ള വാക്യങ്ങളാണ് പ്രതിപാദ്യ വിഷയം. മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 31 മുതൽ 37 വരെ. ഇവിടെ പറയുന്നത്, അവൻ വീണ്ടും സോരിൻ്റെ അതിർ വിട്ട് സീദോൻ വഴിയായി ദക്കപ്പുലി ദേശത്തിൻ്റെ നടുവിൽ കൂടി ഗലീല കടൽപ്പുറത്ത് വന്നു. അവിടെ അവർ വിക്കനായൊരു ചെകിടനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ്റെ മേൽ കൈവയ്ക്കണമെന്ന് അപേക്ഷിച്ചു. അവനെ പുരുഷാരത്തിൽ നിന്ന് വേറിട്ട് കൂട്ടിക്കൊണ്ടുപോയിട്ട് അവൻ്റെ ചെവിയിൽ വിരലിട്ട് തുപ്പി അവൻ്റെ നാവിനെ തൊട്ടു. സ്വർഗത്തേക്ക് നോക്കി നെടുവീർപ്പിട്ടു. അവനോട് തുറന്നു വരിക എന്നർത്ഥമുള്ള എഫത എന്ന് പറഞ്ഞു. ഉടനെ അവൻ്റെ ചെവി തുറന്നു, നാവിൻ്റെ കെട്ട് അഴിഞ്ഞിട്ട് അവൻ ശരിയായി സംസാരിച്ചു. ഇതാരോടും പറയരുതെന്ന് അവരോട് കൽപ്പിച്ചുവെങ്കിലും അവൻ എത്ര കൽപ്പിച്ചുവോ അത്രയും അവർ പ്രസിദ്ധമാക്കി. അവൻ സകലവും നന്നായി ചെയ്തു. ചെകിടരെ കേൾക്കുമാറാക്കുന്നു, ഊമരെ സംസാരിക്കുമാറാക്കുന്നു എന്ന് പറഞ്ഞ് അത്യന്തം വിസ്മയിച്ചു. അല്ലേ? ഇപ്പം മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 31 മുതൽ 37 വരെയുള്ള വാക്യങ്ങളാണ് പ്രതിപാദ്യ വിഷയം. ഇവിടെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന വ്യക്തിയെ ആരാണ്? ഒരു ചെകിടൻ, അല്ലേ? ചെവി കേൾക്കാത്തവൻ, കേൾവി നഷ്ടപ്പെട്ട ഒരു വ്യക്തിനെയാണ് കൊണ്ടുവന്നത്. രണ്ടാമത്തെ കംപ്ലൈൻറ്റ് എന്താണ്? അവനൊരു വിക്കനും കൂടെയാണ്. അപ്പോൾ രണ്ട് വളരെ ദയനീയമായ അവസ്ഥയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്, അല്ലേ? ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമുക്ക് മറ്റുള്ളവർ പറയുന്നത് നമുക്ക് കേൾക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ വളരെ വേദന ഉണ്ടാകുന്ന ഒരു അനുഭവമാണ്. മറ്റുള്ളവർ പറയുന്നു, നാം ഒന്നും കേൾക്കുന്നില്ല. നാം കേട്ടാൽ മാത്രമേ നമുക്ക് അതനുസരിച്ച് സംസാരിക്കുവാൻ കഴിയൂ, അല്ലേ? മറ്റുള്ളവർ പറയുന്നത് കേട്ടാൽ മാത്രമേ നമുക്ക് അതനുസരിച്ച് സംസാരിക്കുവാൻ കഴിയൂ. അപ്പോൾ ഇവന് കേൾക്കാൻ കഴിയുന്നില്ല. ഇനി സംസാരിക്കുന്നത് എങ്ങനെയാണ്? വിക്കോടുകൂടിയാണ് അവൻ സംസാരിക്കുന്നത്. അപ്പോൾ അത്രയും വളരെ വേദന ഉള്ള ഒരു അനുഭവത്തിലുള്ള മനുഷ്യനെയാണ് ആരൊക്കെയോ കൊണ്ടുവന്നത്. ആര് കൊണ്ടുവന്നു എന്ന് ഇവിടെ പറയുന്നില്ല. അവൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ആരൊക്കെയോ അവിടെ കൊണ്ടുവന്നു. യേശു എന്താണ് ചെയ്തത്? ആധുനിക ലോകത്ത് പോലും വായനക്കാർക്ക് അത്ഭുതമുണ്ടാക്കുന്ന വിധത്തിലാണ് യേശുവിനെ സൗഖ്യമാക്കിയത്, അല്ലേ? നമുക്കത് കേൾക്കുമ്പോൾ നമുക്കൊരു വലിയ അത്ഭുതമായിട്ട് തോന്നും. എന്താ ചെയ്തത്? യേശു അവൻ്റെ വിരലുകളിൽ യേശുവിൻ്റെ വിരലെടുത്ത് ആ മനുഷ്യൻ്റെ ചെവിയിലിട്ടു, അല്ലേ? യേശുവിൻ്റെ വിരലുകൾ ആ മനുഷ്യൻ്റെ ചെവിയിലിട്ടു, എന്നിട്ട് തുപ്പി, എന്നിട്ട് അവൻ്റെ നാവിൽ തൊട്ടു, അല്ലേ? അങ്ങനെ അവൻ എന്ത് ലഭിച്ചു? സൗഖ്യം ലഭിച്ചു. അപ്പോൾ യേശുവിൻ്റെ വിരലുകൾ ആ മനുഷ്യൻ്റെ ചെവിയിൽ ഇട്ടിട്ട് തുപ്പി, വേദപണ്ഡിതന്മാർ പറഞ്ഞത് തുപ്പിയിട്ട് എടുത്ത് അവൻ്റെ നാവിന്മേൽ തൊട്ടു. എന്നിട്ടിവിടെ സ്വർഗത്തേക്ക് നോക്കി കർത്താവ് നെടുവീർപ്പിട്ടു എന്നിവിടെ പറയുകയാണ്.
സ്വർഗത്തേക്ക് നോക്കി കർത്താവ് എന്ത് ചെയ്തു? നെടുവീർപ്പിട്ടു. അല്ലേ? ഇവിടെ നമ്മോട് ചോദിക്കുന്നത്, എന്തുകൊണ്ടായിരിക്കാം കർത്താവ് സ്വർഗത്തേക്ക് നോക്കി നെടുവീർപ്പിട്ടത്? എലൻ ജി വൈറ്റ് യുഗങ്ങളുടെ പ്രത്യാശയിൽ പറയുന്നത്, 404 പേജിൽ പറയുന്നത്, സത്യത്തിന് തുറക്കപ്പെടാത്ത കാതുകളെക്കുറിച്ചും വീണ്ടെടുപ്പുകാരനെ ഏറ്റുപറയുവാൻ കൂട്ടാക്കാത്ത നാവുകളെക്കുറിച്ചും ചിന്തിച്ചിട്ടാണ് കർത്താവ് സ്വർഗത്തേക്ക് നോക്കി നെടുവീർപ്പിട്ടത് എന്നിവിടെ പറയുന്നു. എലൻ ജി വൈറ്റ് തൻ്റെ ലേഖനത്തിൽ പറയുന്നത്, എന്തുകൊണ്ടായിരിക്കാം സ്വർഗത്തേക്ക് നോക്കി കർത്താവ് നെടുവീർപ്പിട്ടത്? എന്താ കാര്യം? എലൻ ജി വൈറ്റ് തൻ്റെ ലേഖനത്തിൽ പറയുന്നു, സത്യത്തിന് തുറക്കപ്പെടാത്ത കാതുകളെക്കുറിച്ചും വീണ്ടെടുപ്പുകാരനെ ഏറ്റുപറയുവാൻ കൂട്ടാക്കാത്ത നാവുകളെക്കുറിച്ചും ചിന്തിച്ചിട്ടാണ് കർത്താവ് സ്വർഗത്തേക്ക് നോക്കി നെടുവീർപ്പിട്ടത് എന്നിവിടെ പറയും. പലപ്പോഴും പല അത്ഭുതങ്ങളും അടയാളങ്ങളും അന്നത്തെ പരീശന്മാരും സദൂക്യരും അല്ലേ ശാസ്ത്രിമാരൊക്കെ കണ്ടിട്ട് പോലും യേശു മശിഹയാണെന്ന് ഉൾക്കൊള്ളുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അല്ലേ? ഒന്ന് ഏറ്റുപറയുവാൻ കഴിഞ്ഞില്ല. മാനസാന്തരത്തിന് അനുഭവം അവർക്കുണ്ടായില്ല. അല്ലേ? നാവുകളെല്ലാം കെട്ടപ്പെട്ട അനുഭവത്തിലായിരുന്നു. പാഠത്തിന് ഹെഡിങ് നോക്കിക്കേ. പാഠത്തിൻ്റെ ഹെഡിങ് എന്താണ്? നാവ് കെട്ടപ്പെട്ടു. അപ്പോൾ ഇവിടെ അശുദ്ധാത്മാവ് ആ മനുഷ്യൻ്റെ നാവ് കെട്ടപ്പെട്ട അനുഭവത്തിലൂടെ അന്ന് സംസാരിക്കുവാൻ കഴിയുന്ന വ്യക്തികളുടെ നാവുകളും പലപ്പോഴും കെട്ടപ്പെട്ട അവസ്ഥയാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അത് തന്നെയാണ്. പലപ്പോഴും നമുക്ക് സംസാരിക്കണമെന്നുണ്ട്, എങ്കിലും പലപ്പോഴും നമ്മുടെ നാവുകൾ എന്ത് ചെയ്യുന്നു? സത്യത്തെ വിളിച്ചു പറയുവാൻ കഴിയാതെ നാവ് ഏതവസ്ഥയിലായിരിക്കുന്നു? കെട്ടപ്പെട്ട അവസ്ഥയിലായിരിക്കുന്നു. അപ്പോൾ ഇത്രയും അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ കണ്ടിട്ട് പോലും വീണ്ടെടുപ്പുകാരനെ മനസ്സിലാക്കാൻ കഴിയാതെ, സത്യത്തിന് ചെവി തുറക്കപ്പെടാതെ ഉള്ള അനുഭവം കണ്ടപ്പോൾ കർത്താവിന് വലിയ നിരാശ ഉണ്ടായി. ആ നിരാശയുടെ ഒരു അനുഭവമാണ് സ്വർഗത്തേക്ക് നോക്കി കർത്താവ് നെടുവീർപ്പിട്ടത്. അല്ലേ? ഈ ഒരു അനുഭവം ഇന്ന് നമുക്ക് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലുണ്ട്. അല്ലേ? നമ്മൾ എത്രമാത്രം സത്യം ഉൾക്കൊള്ളുന്നവരാണെങ്കിൽ പോലും അല്ലേ അതിന് ചെവി കൊടുക്കാതെ, അത് ഉൾക്കൊള്ളാതെ പലപ്പോഴും കർത്താവിനെ വീണ്ടെടുപ്പുകാരനെന്ന് മനസ്സിലാക്കുവാൻ കഴിയാതെ, എത്ര അത്ഭുതങ്ങൾ കണ്ടിട്ട് പോലും ജീവിതത്തിൽ മനസ്സൊരുക്കമില്ലാതെ തള്ളിക്കളയുന്ന ഒരു അനുഭവം നമുക്ക് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം നാവ് കെട്ടപ്പെട്ട അനുഭവത്തെ സൂചിപ്പിക്കുന്നു. അപ്പോൾ എത്ര അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടിട്ട് പോലും കർത്താവിനെ ഉൾക്കൊള്ളുവാൻ കഴിയാത്തതായ ഈ മനോഭാവത്തെയാണ് നാവ് കെട്ടപ്പെട്ട അനുഭവം എന്നിവിടെ പറയുന്നത്. അപ്പോൾ ഈ മനുഷ്യൻ്റെ നാവ് കെട്ടപ്പെട്ട അനുഭവമായിരുന്നു. അവന് കേൾക്കുവാൻ കഴിഞ്ഞിരുന്നില്ല, സംസാരിക്കുമ്പോൾ വിക്കുമുണ്ടായിരുന്നു. അല്ലേ? ആ മനുഷ്യനെയാണ് കർത്താവ് എന്ത് ചെയ്തത്? നാവിന്മേൽ തൊട്ട്, അല്ലേ, ചെവിയിൽ വിരലിട്ടിട്ട് തുപ്പി നാവിന്മേൽ തൊട്ട് അവന് സൗഖ്യം ലഭിച്ചു. അവൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കുന്നതിനപ്പുറമായിരുന്നു. കർത്താവ് അവനോട് പറഞ്ഞത്, നീ ആരോടും പറയരുത്. പക്ഷേ അവന് ലഭിച്ച സൗഖ്യം കാരണം, അല്ലേ, അവൻ ആരോട് പറയരുതെന്ന് കൽപ്പിച്ചോ, അവൻ അതിനേക്കാൾ അപ്പുറമായി അതിനെക്കുറിച്ച് സംസാരിച്ചു. അവൻ പറയുകയാണ്, എൻ്റെ കർത്താവ് ചെകിടരെ കേൾക്കുമാറാക്കുന്നു, എൻ്റെ കർത്താവ് ഊമരെ സംസാരിക്കുമാറാക്കുന്നു എന്ന് പറഞ്ഞ് ആ പ്രദേശം മുഴുവൻ, ദെക്കപ്പൊലി ദേശം മുഴുവൻ അവൻ്റെ സാക്ഷ്യം അവൻ പറഞ്ഞു. അല്ലേ? അപ്പോൾ നമുക്ക് സത്യത്തെ തുറന്നു പറയുവാനുള്ളതായ ആ പരിശുദ്ധാത്മാവിൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നാം അത് ഘോഷിക്കണമെന്ന് ഈ ബുധനാഴ്ചത്തെ പാഠം നമ്മെ പഠിപ്പിക്കുന്നു. വ്യാഴാഴ്ചത്തെ ഭാഗത്തേക്ക് വരാം. വ്യാഴാഴ്ച നാം പഠിക്കുന്ന ഹെഡിങ് ചീത്ത അപ്പത്തോട് ജാഗ്രതയുള്ളവരായിരിക്കുക. വ്യാഴാഴ്ച പഠിക്കുന്ന ഹെഡിങ് ചീത്ത അപ്പത്തോട് ജാഗ്രതയുള്ളവരായിരിക്കുക. ഈ വ്യാഴാഴ്ചത്തെ ഭാഗം നാം പഠിക്കണമെങ്കിൽ മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ പ്രാരംഭ വാക്കുകൾ നമ്മൊന്ന് വായിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ കർത്താവ് ചെയ്ത ഒരു അത്ഭുതത്തെ അവിടെ സൂചിപ്പിക്കുകയാണ്. അല്ലേ? ഇവിടെ വലിയൊരു പുരുഷാരം കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവ് പറയുന്ന ഉപദേശങ്ങൾ കേൾക്കുവാനുണ്ടായിരുന്നു. അല്ലേ? അങ്ങനെ അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നും കൊടുക്കുവാൻ കഴിയാതെ യേശു ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, ഇവർ 3 നാളായി എന്നോടുകൂടെ പാർക്കുന്നു, അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നുമില്ലായ കൊണ്ട് എനിക്ക് അവരോട് അലിവ് തോന്നുന്നു.
ഞാൻ അവരെ പട്ടിണിയായി വീട്ടിലേക്ക് അയച്ചാൽ അവർ വഴിയിൽ വെച്ച് തളർന്നു പോകും. അതുകൊണ്ട് ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? നിങ്ങളുടെ കൈവശം എന്തുണ്ട്? അപ്പോൾ ശിഷ്യന്മാർ പറയുണ്ടായി, ഞങ്ങളുടെ കയ്യിൽ 7 അപ്പവും കുറച്ച് ചെറിയ മീനുമുണ്ട്. 7 അപ്പവും കുറച്ച് ചെറിയ മീനും ഉണ്ട്. അപ്പോൾ കർത്താവ് പറയുകയാണ്, അവരെ ഇരുത്തുവാൻ അവരോട് പറഞ്ഞു, പുരുഷാരത്തെ നിലത്തിരിപ്പാൻ പറഞ്ഞു. എന്നിട്ട് സ്വർഗത്തേക്ക് നോക്കി കർത്താവ് ആ 7 അപ്പത്തെയും ചെറിയ മീനിനെയും വാഴ്ത്തി. ഇവിടെ നമ്മെ മനസ്സിലാക്കി തരുന്നത് 4000 പുരുഷന്മാർ അത് ഭക്ഷിച്ചു. പൈതങ്ങളും സ്ത്രീകളും പോയിട്ട്, അല്ലേ, കൊച്ചുകുട്ടികളും സ്ത്രീകളും പോയിട്ട് ഏകദേശം 4000 പുരുഷന്മാർ അത് ഭക്ഷിച്ചു. ബാക്കി 7 കുട്ട നിറച്ചെടുത്തു എന്നിവിടെ പറയുന്നു. 7 കുട്ട നിറച്ചെടുത്തു. ഇതേ അത്ഭുതങ്ങൾ നമ്മൾ നേരത്തെ മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ പഠിച്ചു കഴിഞ്ഞു, അല്ലേ? മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു. അതെന്താ വേറൊരു അത്ഭുതം, അല്ലേ? അന്നും കർത്താവ് അവരോട് പറയുകയാണ്, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? അപ്പോൾ പറഞ്ഞു, ഒരു ബാലൻ്റെ കയ്യിൽ 5 അപ്പവും 2 മീനും ഉണ്ട്, അല്ലേ? കർത്താവ് ആ 5 അപ്പത്തെയും 2 മീനും എടുത്ത് സ്വർഗത്തേക്ക് നോക്കി വാഴ്ത്തി അനുഗ്രഹിച്ചു. എന്നിട്ട് അവർക്ക് നൽകി. എത്ര കുട്ട നിറച്ചെടുത്തു? ബാക്കി എത്ര കുട്ടയാണ് മിച്ചമായത്? 12 കുട്ട മിച്ചമായി. അപ്പോൾ ഇത് 2 അനുഭവങ്ങളെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ 8-ാം അധ്യായത്തിൽ ഇതേ അനുഭവത്തെ തന്നെ വീണ്ടും കർത്താവ് പറയുകയാണ്. പക്ഷേ ഇവിടെ യേശുവിനെ ആഴമായി നിരാശപ്പെടുത്തിയ പരീശന്മാരുടെ സമീപനത്തെയാണ് വ്യാഴാഴ്ചത്തെ പാഠം ചോദിക്കുന്നത്. യേശുവിനെ ആഴമായി നിരാശപ്പെടുത്തിയ പരീശന്മാരുടെ സമീപനം എന്താണ്? മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 11 മുതൽ 13 വരെ. മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 11 മുതൽ 13 വരെ. ഈ വചനം വായിക്കുമ്പോൾ പരീശന്മാരും ശാസ്ത്രിമാരും ആകാശത്ത് നിന്ന് ഒരടയാളം അന്വേഷിച്ച് കർത്താവുമായി തർക്കിച്ചു എന്നിവിടെ പറയുകയാണ്. ആകാശത്ത് നിന്ന് ഒരടയാളം അന്വേഷിച്ച് കർത്താവുമായി തർക്കിച്ചു. അവൻ ആത്മാവിൽ ഞരങ്ങി, ഈ തലമുറ അടയാളം അന്വേഷിക്കുന്നത് എന്ത്? ഈ തലമുറയ്ക്ക് അടയാളം ലഭിക്കുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് അവരെ വിട്ട് പിന്നെയും പടക് കയറി അക്കരയ്ക്ക് കടന്നു എന്നിവിടെ പറയുന്നു, അല്ലേ? ഇവിടെ യേശുവിനെ നിരാശപ്പെടുത്തിയ അനുഭവം എന്ന് പറയുന്നത് പരീശന്മാരും ശാസ്ത്രിമാരും ആകാശത്ത് നിന്ന് അടയാളം അന്വേഷിക്കുകയാണ്. എത്രയോ അത്ഭുതങ്ങളും അടയാളങ്ങളും കർത്താവ് ചെയ്തു. എന്നിട്ട് പോലും ആകാശത്ത് നിന്ന് അവർ അടയാളം അന്വേഷിക്കുന്നു. അതുകൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം പറയുന്നു, ദോഷവും വ്യഭിചാരമുള്ള തലമുറ. ബാക്കി സഭ പറഞ്ഞേ. മത്തായിയുടെ സുവിശേഷം 16:4 പറയുന്നത്, ദോഷവും വ്യഭിചാരമുള്ള തലമുറ എന്തന്വേഷിക്കും? അടയാളം അന്വേഷിക്കും, അല്ലേ? അപ്പോൾ അന്നത്തെ പരീശന്മാരും ശാസ്ത്രിമാരും ആകാശത്ത് നിന്ന് അടയാളം അന്വേഷിച്ചപ്പോൾ കർത്താവിന് വലിയ വേദന ഉണ്ടായി, വലിയ നിരാശയുണ്ടായി. ഇത്രമാത്രം അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടിട്ട് അത് ചെവി കൊണ്ട് കേൾക്കുകയോ കണ്ണുകൊണ്ട് കാണുകയോ ഒക്കെ ചെയ്തിട്ട് പോലും ഇവർക്കൊന്നും ഗ്രഹിക്കുന്നില്ലയോ എന്ന് ചിന്തിച്ച് കർത്താവിന് വലിയ വേദന ഉണ്ടായി. വീണ്ടും നമ്മോട് ചോദിക്കുന്നത്, ശിഷ്യന്മാർ മറന്നത് എന്തായിരുന്നു? ശിഷ്യന്മാർ മറന്നത് എന്തായിരുന്നു? ഇതിൽ നിന്നും യേശു എന്ത് വിഷയമാണ് ഉന്നയിച്ചത്? ശിഷ്യന്മാർ മറന്ന അനുഭവത്തെക്കുറിച്ച് പറയുമ്പോൾ മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 14 മുതൽ 21 വരെ. മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 14 മുതൽ 21 വരെ. ഇവിടെ നാം മനസ്സിലാക്കുന്നത് എന്താണ് ശിഷ്യന്മാർ മറന്നുപോയത്? ഇവിടെ പറയുന്നത് കർത്താവ് ചെയ്ത അത്ഭുതങ്ങളെ അവർ മറന്നുപോയി. മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പുരുഷന്മാരെ പോഷിപ്പിച്ച ആ കഥ അവർ മറന്നുപോയി. എന്നിട്ട് 8-ാം അധ്യായം എത്തിയപ്പോൾ ആ പുരുഷാരത്തിന് എന്ത് കൊടുക്കുമെന്ന് ചോദിച്ചപ്പോൾ അവർ വ്യാകുലപ്പെട്ടു. നേരത്തെ ചെയ്ത കർത്താവ് ചെയ്ത അത്ഭുതത്തെ അവർ മറന്നുപോയി. അപ്പോൾ കർത്താവിൻ്റെ അടുക്കൽ അവർ പറയുകയാണ്, 7 അപ്പവും കുറച്ച് ചെറിയ മീനുമുണ്ട്. അതിനെ കർത്താവ് വീണ്ടും സ്വർഗത്തേക്ക് നോക്കി വാഴ്ത്തി അനുഗ്രഹിച്ച് അവർക്ക് 4000 പുരുഷന്മാർക്ക് നൽകി. എന്നിട്ട് 7 വട്ടി നിറച്ചെടുത്തു. പലപ്പോഴും പല അത്ഭുതങ്ങൾ എന്ത് ചെയ്യുന്നു? അവർ മറന്നു പോകുന്നു. അതിന് കർത്താവിന് വലിയ വേദനയുണ്ടായി. ശിഷ്യന്മാർ അത് മറന്നുപോയി. നേരത്തെ ചെയ്ത അതേ അത്ഭുതത്തെ ശിഷ്യന്മാർ മറന്നുപോയി. അതുകൊണ്ട് അവർ മറന്നുപോയത് കൊണ്ട് ഇവിടെ യേശു പറയുകയാണ്, പരീശന്മാരുടെയും ഹെരോദാവിൻ്റെയും
പുളിച്ച മാവിനെ സൂക്ഷിച്ചു കൊള്ളുവിൻ. അല്ലേ? പരീശന്മാരുടെയും ഹേരോദാവിൻ്റെയും പുളിച്ച മാവിനെ സൂക്ഷിച്ചു കൊള്ളുവിൻ. 15-ാം വാക്യം പറയുന്നത്, അവൻ അവരോട്, നോക്കുവീൻ, പരീശന്മാരുടെ പുളിച്ച മാവും ഹേരോദാവിൻ്റെ പുളിച്ച മാവും സൂക്ഷിച്ചു കൊള്ളുവീൻ. അല്ലേ? പാഠത്തിൻ്റെ ഹെഡിങ് എന്താണ്? ചീത്ത അപ്പത്തോട് ജാഗ്രതയുള്ളവരായിരിക്കുക. ചീത്ത അപ്പത്തോട് ജാഗ്രതയുള്ളവരായിരിക്കുക. പലപ്പോഴും അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ നാം മറന്നുപോയിട്ട്, അല്ലേ, പരീശന്മാരുടെയും യഹൂദന്മാരുടെയും ശാസ്ത്രിമാരുടെയും ഉപദേശത്തിലും പാരമ്പര്യത്തിലും വിശ്വാസത്തിലും നാം വീണു പോയിരിക്കുന്നു എന്നിവിടെ പറയുന്നു. അതുകൊണ്ട് അവരുടെ പുളിച്ച മാവിനെ നാം സൂക്ഷിച്ചു കൊള്ളുവീൻ. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 12-ാം വാക്യം പറയുന്നു. മത്തായിയുടെ സുവിശേഷം 16:12 പറയുന്നത്, അങ്ങനെ അപ്പത്തിൻ്റെ പുളിച്ച മാവല്ല, പരീശന്മാരുടെയും സദൂക്യരുടെയും ഉപദേശമത്രേ സൂക്ഷിച്ചു കൊള്ളുവാൻ പറഞ്ഞത് എന്ന് അവിടെ പറയുകയാണ്. പരീശന്മാരുടെയും സദൂക്യരുടെ ഉപദേശം. അപ്പോൾ സദൂക്യരുടെ ഉപദേശം നമുക്ക് എല്ലാവർക്കും അറിയാം. സദൂക്യരുടെ ഉപദേശം എന്താണ്? അവരൊരിക്കലും പുനരുത്ഥാനത്തിൽ വിശ്വസിച്ചിരുന്നില്ല, ആത്മാവിൻ്റെ അമർത്യതയിൽ വിശ്വസിച്ചിരുന്നില്ല. സദൂക്യരുടെ അതേ ഉപദേശം തന്നെയാണ് ഹേരോദാവിൻ്റെ ഉപദേശം. അതുകൊണ്ടാണ് മർക്കോസിൻ്റെ സുവിശേഷം ഹേരോദാവിനെ കുറിച്ച് പറയുന്നത്. പരീശന്മാരുടെയും ഹേരോദാവിൻ്റെ ഉപദേശത്തെ സൂക്ഷിച്ചു കൊള്ളുവീൻ. മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നത് പരീശന്മാരുടെയും സദൂക്യരുടെയും പുളിച്ച മാവിനെ സൂക്ഷിച്ചു കൊള്ളുവീൻ. അപ്പോൾ സദൂക്യരുടെ അതേ ഉപദേശം തന്നെയാണ് ഹേരോദാവിൻ്റെ ഉപദേശം. അവരുമായിട്ട് വലിയ സമ്പർക്കമുണ്ടായിരുന്നു. സദൂക്യർക്ക് ഹേരോദാവുമായിട്ട് വലിയ സമ്പർക്കമുണ്ടായിരുന്നു. അതുകൊണ്ട് ആ പുളിച്ച മാവിനെ സൂക്ഷിച്ചു കൊള്ളും. എന്താണ് ഈ പുളിച്ച മാവ്? തെറ്റായ ഉപദേശം, തെറ്റായ പഠിപ്പിക്കൽ. ഇതാണ് പുളിച്ച മാവ് എന്നിവിടെ സൂചിപ്പിക്കുന്നത്, അല്ലേ? അതുകൊണ്ടാണ് ലൂക്കോസിൻ്റെ സുവിശേഷം 12:1 പറയുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 12:1 പറയുന്നത്, പരീശന്മാരുടെ പുളിച്ച മാവായ കപടഭക്തി സൂക്ഷിച്ചു കൊള്ളുവിൻ. പരീശന്മാരുടെ പുളിച്ച മാവായ കപടഭക്തി സൂക്ഷിച്ചു കൊള്ളുവിൻ. അല്ലേ? മാനുഷ്യ ഉപദേശങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു. ഈ ജനം അതരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എങ്കിൽ അവിടെ ഹൃദയം എങ്കിൽ നിന്ന് ദൂരത്ത് അകന്നിരിക്കുന്നു. മാനുഷ്യ ഉപദേശങ്ങൾക്ക് പ്രാധാന്യം നൽകിയിട്ട് ദൈവകൽപ്പനയെ താഴ്ത്തി വയ്ക്കുന്നു. അല്ലേ? ഇതാണ് കപടഭക്തി. ഇപ്പോൾ പരീശന്മാരുടെ കപടഭക്തിയായ പുളിച്ച മാവിനെ സൂക്ഷിച്ചു കൊള്ളുവിൻ. അതുകൊണ്ട് വ്യാഴാഴ്ചത്തെ പാഠം നമ്മെ പഠിപ്പിക്കുന്നത് ഈ ചീത്ത അപ്പമായ ആ പുളിച്ച മാവിനെ നാം ജാഗ്രതയുള്ളവരായിരിക്കുക. അല്ലേ? അന്ത്യകാലത്ത് ഇങ്ങനെയുള്ള തെറ്റായ ഉപദേശങ്ങൾ, തെറ്റായ പഠിപ്പിക്കലുകൾ സഭയ്ക്കുള്ളിൽ കടന്നു വരികയും അനേകരെ അതിൽ നിന്ന് വഴിതെറ്റിക്കും എന്നിവിടെ പറയുന്നു. അല്ലേ? പലപ്പോഴും നാം കർത്താവ് ചെയ്ത അത്ഭുതങ്ങളും നന്മകളൊക്കെ നാം പെട്ടെന്ന് മറന്നുപോയിട്ട് നാം സദൂക്യരുടെയും പരീശന്മാരുടെയും ഉപദേശങ്ങൾക്കും പാരമ്പര്യങ്ങൾക്കും മാനുഷിക കൽപ്പനകൾക്കും നാം അമിത പ്രാധാന്യം നൽകുന്നു. അതുകൊണ്ടാണ് കർത്താവിന് വലിയ നിരാശ ഇവിടെ അനുഭവപ്പെട്ടത് എന്ന് വ്യാഴാഴ്ചത്തെ പാഠം നമ്മെ പഠിപ്പിക്കുന്നു. വെള്ളിയാഴ്ചത്തെ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നത് ക്രിസ്തുവിൻ്റെ അനുയായികളെന്ന് അഭിമാനിക്കുന്നവരുടെ ഇടയിൽ പോലും ഇന്നും പാരമ്പര്യങ്ങളും ഉപദേശങ്ങളും തെറ്റായ പഠിപ്പിക്കലുകളും വലിയ പ്രാധാന്യം കൽപ്പിച്ചിട്ട് ദൈവത്തിൻ്റെ കൽപ്പനകളെ നാം മറന്നു പോകുന്നു എന്ന് വെള്ളിയാഴ്ചത്തെ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നു. ഇന്ന് ഏറ്റവും അധികം ദൈവത്തിൻ്റെ മക്കളെന്ന് അഭിമാനിക്കുന്ന അനേകർ പഴയകാലത്തെ പരീശന്മാരെ പോലെ, അല്ലേ, പഴയകാലത്തെ സദൂക്യരെ പോലെ, ശാസ്ത്രിമാരെ പോലെ സ്വയത്തെ ഉയർത്തുകയാണ്. ദൈവത്തിൻ്റെ കൽപ്പനയെ ഉയർത്തുന്നതിന് പകരം സ്വയത്തെ ഉയർത്തുന്നു. അല്ലേ? സ്വയത്തെ ഉയർത്തി സ്വയസ്നേഹവും സ്വാർത്ഥ ചിന്തയും ത്തിനും പ്രാധാന്യം നൽകിയിട്ട് ദൈവകൽപ്പനകളെ നാം കുറച്ചു കാണുന്നു. മാനുഷിക ഉപദേശങ്ങളെ നാം ഉയർത്തി പിടിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് കർത്താവിൻ്റെ മുന്നറിയിപ്പ് പറഞ്ഞത്, ഈ പരീശന്മാരുടെയും സദൂക്യരുടെയും പുളിച്ച മാവിനെ സൂക്ഷിച്ചുകൊള്ളുകയാണ്. അവിടെ ഉപദേശങ്ങളെ, തെറ്റായ പഠിപ്പിക്കലുകളെ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുകയാണ്. കാരണം ക്രിസ്തുവിൻ്റെ മതം എന്ന് പറയുന്നത് ആത്മാർത്ഥത ഉള്ള മതമാണ്. ക്രിസ്തുവിൻ്റെ മതം ആത്മാർത്ഥത തന്നെയാണ്. ക്രിസ്തു ഒരിക്കലും ദൈവകൽപ്പനയെ താഴ്ത്തി വച്ചില്ല. എല്ലാ കാലങ്ങളിലും ദൈവകൽപ്പനയെ ഉയർത്തിയാണ് കർത്താവ് തൻ്റെ പഠിപ്പിക്കലുകൾ പറഞ്ഞത്. അതുകൊണ്ട് ഈ കപടഭക്തിയും നമ്മളിലുള്ള സ്വാർത്ഥതയും നീക്കം ചെയ്യുവാൻ ദൈവശക്തിക്ക് മാത്രമേ കഴിയൂ എന്ന് ലേഖകൻ പറയുന്നു.
ഇപ്പോൾ നമ്മളിലുള്ള കപടഭക്തിയും നമ്മളിലുള്ള സ്വാർത്ഥതയും നീക്കം ചെയ്യുവാൻ, തിന്മകളുടെ പ്രവൃത്തികളെ നീക്കം ചെയ്യുവാൻ, ഹൃദയത്തിൽ നിന്ന് വരുന്നതായ തിന്മകളുടെ പ്രവൃത്തിയെ നീക്കം ചെയ്യുവാൻ പരിശുദ്ധാത്മാവിന് മാത്രമേ കഴിയൂ. അതുകൊണ്ട് ഈ മാറ്റമാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഇത് നമുക്ക് നേടിയെടുക്കുവാൻ കഴിയണമെങ്കിൽ നമ്മുടെ നാമത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് പകരം പിതാവിൻ്റെ നാമത്തെ നാം മഹത്വപ്പെടുത്തണം. നമ്മുടെ നാമത്തെ ഉയർത്തുന്നതിന് പകരം നാം പിതാവിൻ്റെ നാമത്തെ ഉയർത്തണം. എന്നിട്ട് നാം ആ കർത്താവിനെ അനുഗമിക്കണം. ഒരിക്കലും കർത്താവ് സ്വന്തം മഹിമയെ ഉയർത്തിയിരുന്നില്ല, അല്ലേ? തന്നെ താൻ ത്യജിച്ച് ദാസരൂപം എടുത്ത് വേഷത്തിലായി സ്വർഗീയ മഹിമ വെടിഞ്ഞ് നമുക്ക് വേണ്ടി വന്ന കർത്താവ്, അല്ലേ? ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ഒരു ശുശ്രൂഷക്കാരനായി കർത്താവ് നമ്മുടെ അടുക്കിലേക്ക് വന്നു. അതുകൊണ്ട് ആ ഒരു അനുഭവമാണ് ദൈവമക്കൾ എന്ന് അഭിമാനിക്കുന്നവരുടെ ഇടയിൽ വേണ്ടത് എന്ന് ഈ പാഠം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഇന്നത്തെ പാഠത്തിൽ പറഞ്ഞത്, പുറത്തുനിന്ന് മനുഷ്യൻ്റെ അകത്ത് ചെല്ലുന്ന യാതൊന്നിനും ഒരു മനുഷ്യനെ അശുദ്ധനാക്കുവാൻ കഴിയില്ല, മറിച്ച് അവനിൽ നിന്ന് പുറപ്പെടുന്നതത്രേ മനുഷ്യന് അശുദ്ധമാക്കുന്നത്. ഇപ്പോൾ പുറത്തുനിന്ന് വരുന്നതായ എല്ലാ കാര്യങ്ങളും ഒരിക്കലും മനുഷ്യനെ അശുദ്ധമാക്കില്ല. അത് മറപ്പുരയിലേക്കാണ് പോകുന്നത്. മറിച്ച് മനുഷ്യനിൽ നിന്ന് വരുന്നതായ, ഹൃദയത്തിൽ നിന്ന് വരുന്നതായ ഒരു നല്ല ലിസ്റ്റ് നമ്മൾ വായിക്കേണ്ടായി, തിന്മകളുടെ പ്രവൃത്തി, അതാണ് ഒരു മനുഷ്യനെ അശുദ്ധമാക്കുന്നത്. അതുകൊണ്ട് പാരമ്പര്യങ്ങളും ഉപദേശങ്ങളും ഒക്കെ മാറ്റിവെച്ചിട്ട് ദൈവസന്നിധിയിൽ സ്വയം കീഴ്പ്പെട്ടുകൊണ്ട്, പരിശുദ്ധാത്മാവെ എൻ്റെ ജീവിതത്തിൽ ക്രിയ ചെയ്യണമേ, എൻ്റെ ജീവിതത്തിൽ ഈ കുറവുകളൊക്കെയും മാറ്റണമേ എന്ന് സ്വയം ദൈവസന്നിധിയിൽ അപേക്ഷിച്ചുകൊണ്ട്, നാവ് കെട്ടപ്പെട്ട അവസ്ഥയിൽ നിന്ന് മാറി, അല്ലേ, സത്യത്തിന് വേണ്ടി നാവ് സംസാരിക്കുന്ന വിധത്തിൽ മാറ്റിക്കൊണ്ട്, കനാനീയ സ്ത്രീ അനുഗ്രഹം പിടിച്ചു വാങ്ങിയതുപോലെ, കർത്താവിൽ നിന്ന് യാക്കോബ് പിടിച്ചു വാങ്ങിയതുപോലെ അനുഗ്രഹം പിടിച്ചു വാങ്ങിക്കൊണ്ട്, പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും തെറ്റായ ഉപദേശങ്ങളെ അവഗണിച്ചുകൊണ്ട് കൽപ്പനയെ ഉയർത്തിപ്പിടിക്കുവാൻ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഈ പാഠം ശ്രദ്ധിച്ചതായ എല്ലാ ദൈവമക്കളെയും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി അർപ്പിക്കുന്നു. ഈഡൻ മിനിസ്ട്രിക്കായി പ്രാർത്ഥിക്കുക, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മക്കൾക്കായി പ്രാർത്ഥിക്കുക. ഇത് അനേകർക്ക് സാക്ഷ്യവും വെളിച്ചമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ദൈവം നമ്മെ എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ സ്വർഗ്ഗസ്ഥനായ പിതാവേ, തിരുനാമത്തിനായി സ്തോത്രം. ഈ അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു പിതാവേ. അങ്ങയുടെ സന്നിധിയിൽ പിതാവേ, വലിയ സത്യങ്ങളെ നമുക്ക് മനസ്സിലാക്കുവാൻ സ്വർഗീയ ദൈവം ഞങ്ങൾക്ക് നൽകിയ ഭാഗ്യത്തിനായി സ്തോത്രം. പിതാവേ, പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ പാരമ്പര്യങ്ങൾക്കും ഉപദേശങ്ങൾക്കും തെറ്റായ പഠിപ്പിക്കലുകൾക്കും നാം പ്രാധാന്യം നൽകിയിട്ട് ദൈവകൽപ്പനയെ പലപ്പോഴും അവഗണിക്കുന്നതായി ഇന്നത്തെ ക്രിസ്തീയ ലോകത്ത് കാണുവാൻ കഴിയുന്നു പിതാവേ. അതിനായി ഞങ്ങൾ ദൈവസന്നിധിയിൽ കർത്താവെ, പാരമ്പര്യങ്ങളെ ഉപദേശങ്ങളെയൊക്കെയും അവഗണിച്ചുകൊണ്ട് സദൂക്യരുടെയും പരീശന്മാരുടെയും പുളിച്ച മാവായ തെറ്റായ ഉപദേശങ്ങളൊക്കെ അവഗണിച്ചുകൊണ്ട് സത്യത്തിന് നിലകൊള്ളുന്നവരായി, കർത്താവെ സത്യം ഘോഷിക്കുന്നവരായി, അടയാളം അന്വേഷിക്കാതെ കർത്താവിൻ്റെ സന്നിധിയിൽ കീഴ്പ്പെടുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ് ഞങ്ങളെ അശുദ്ധനാക്കുന്നത് ഞങ്ങൾ അറിയുന്നു പിതാവേ. അതുകൊണ്ട് ശുദ്ധിയുള്ള കൈകളല്ല, ശുദ്ധിയുള്ള ഹൃദയം ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം ശ്രദ്ധിച്ച മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. അവിടെ ഹൃദയങ്ങളെ ചിന്തകളും നിരൂപണങ്ങളൊക്കെയും സ്വർഗം വിശുദ്ധിയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുറവുകളെ ക്ഷമിക്കണമേ, ബലഹീനതകളെ പൊറുക്കണമേ, അറിയാതെയും ചെയ്ത പാപങ്ങളെ ക്ഷമിക്കണമേ. അങ്ങനെ സന്നിധി നിൽപ്പണി ഞങ്ങൾ യോഗ്യരാക്കണമേ പിതാവേ. കനാന്യ സ്ത്രീ അവകാശങ്ങളെ ചോദിച്ചു വാങ്ങിയതുപോലെ ദൈവസന്നിധിയിൽ ആത്മീയ ഇസ്രായേലായ ഞങ്ങൾ ഓരോരുത്തരും അവകാശങ്ങളെ ചോദിച്ചു വാങ്ങി അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ബലഹീനതകളും കുറവുകളൊക്കെയും ക്ഷമിക്കണം. പ്രത്യേകിച്ച് ഈഡൻ മിനിസ്ട്രിക്കായി പ്രാർത്ഥിക്കുന്നു. എൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. അനേകർക്ക് സാക്ഷ്യമായി തീരുവാൻ സഹായിക്കണം. എല്ലാറ്റിനുപരിയായി അങ്ങ് മേഖലനായി കടന്നു വരുമ്പോൾ അങ്ങയുടെ സന്നിധിയിൽ പിതാവേ, എതിരേൽക്കുന്ന കൂട്ടത്തിൽ ഞങ്ങളും കാടപ്പെടുവാൻ ഞങ്ങൾ ഒരുക്കണമെന്ന് യേശുവിൻ നാമത്തിൽ ചോദിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം പരിശുദ്ധനായ നല്ല പിതാവേ. ആമേൻ.